ഇന്ത്യ മുന്നണിക്കെതിരെ AIMIM അധ്യക്ഷ അസദുദ്ദീൻ ഒവൈസി ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുമായി സഖ്യമുണ്ടാക്കില്ലെന്നും മൂന്നാം മുന്നണി അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും നേതാവിനെ അവർ ആഗ്രഹിക്കുന്നില്ലെന്നും ഒവൈസി പറഞ്ഞു. S നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, വിശദാംശങ്ങൾ. നിഖിൽ, ഒരു മൂന്നാം മുന്നണി സാധ്യതയാണ് അസദുദ്ദീൻ ഒവൈസി പറയുന്നത്. അതായത് ഇന്ത്യ സഖ്യവുമായി നേരത്തെ സഹകരിച്ചു പോയിരുന്ന എല്ലാ ഇടപാടുകളും നിർത്തുകയാണ് എന്നുള്ള സൂചനകൾ നൽകുന്നു. നേരത്തെ തന്നെ സഖ്യത്തിൽ നിന്നും പല നേതാക്കന്മാരും, പ്രത്യേകിച്ച് മമതാ ബാനർജി അടക്കമുള്ള നേതാക്കന്മാർ ഇതിൽ നിന്നും പിൻവാങ്ങിയിരുന്നു. അതായത് ഇന്ത്യ മുന്നണി തകർച്ചയിലേക്ക് എന്നുള്ള പൂർണ്ണമായ സൂചനകൾ ലഭ്യമാകുമ്പോഴാണ് ഇപ്പോൾ അസദുദ്ദീൻ ഒവൈസി ഒരു മൂന്നാം മുന്നണി സാധ്യതകൾ മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഏതൊക്കെ കക്ഷികളുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്, ഇനി ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഈ സഖ്യത്തിനില്ല എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ അത്തരം പ്രശ്നങ്ങൾ ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടി ഉതകുന്ന രീതിയിലുള്ള ഒരു നേതൃത്വമാകണം ബീഹാറിനെ നയിക്കേണ്ടത് എന്നുള്ളതാണ് അസദുദ്ദീൻ ഒവൈസി അടക്കം സൂചിപ്പിക്കുന്നത്. ഏതായാലും മൂന്നാം മുന്നണി സാധ്യതകളാണ് ഇപ്പോൾ അസദുദ്ദീൻ ഒവൈസി പ്രഖ്യാപിക്കുന്നത്. ശരി, നന്ദഗോപൻ.